പ്രിയ സുഹൃത്തെ, നമുക്കൊരു നിമിഷം നിശ്ചലതയോടെ തുടങ്ങാം. സുഖകരമായ ഒരിടം കണ്ടെത്തുക. നിങ്ങളുടെ തോളുകൾ അയച്ചിടുക. സാധിക്കുമെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക. സാവധാനത്തിൽ ആഴത്തിൽ ശ്വാസമെടുക്കുക. വായു നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിറയുന്നത് അനുഭവിക്കുക. എന്നിട്ട് സാവധാനം പുറത്തുവിടുക. ഓരോ ശ്വാസം പുറത്തുവിടുമ്പോഴും ലോകത്തിൻ്റെ ഭാരം നിങ്ങളുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി സങ്കല്പിക്കുക. ശാന്തമായ ഒഴുക്ക്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ഒരു ശാന്തമായ ഒഴുക്ക് ഇളകിമറിയുന്നുണ്ട്. മൃദുവായതും വിനീതവും എന്നാൽ അചഞ്ചലവുമായ ഒന്ന്. നിങ്ങൾ ഇന്നുവരെ മനസ്സിൽ സൂക്ഷിച്ച ഓരോ പ്രതീക്ഷയും, ഇരുട്ടിൽ നിങ്ങൾ ഉരുവിട്ട ഓരോ കൊച്ചു പ്രാർത്ഥനയും നിശബ്ദമായി ഒത്തുചേർന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രം മനോഹരമായ എന്തോ ഒന്ന് നെയ്യുന്നത് പോലെ. ഈ ഒഴുക്ക് നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ അത് ഇതിനകം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയെത്തുമോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വരണ്ട കാലങ്ങളിലൂടെ നടന്നു. വിശാലമായ ആകാശത്തിന് കീഴിൽ കൈകൾ നീട്ടി നിന്നു. പക്ഷേ മേഘങ്ങൾ അകന്നു പോകുന്നത് മാത്രം കണ്ടു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിരിക്കു പിന്നിൽ ഒളിപ്പിച്ചു. തിരക്കുകളിൽ മുഴുകി നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് എല്ലാവരെയും നിങ്ങളെ തന്നെയും വിശ്വസിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ കൂടുതൽ മൃദുവായ ഒരു സത്യം ഉയർന്നു വരുന്നു. നിങ്ങളുടെ സ്വന്തം മൂല്യം മറന്നുകൊണ്ട് സ്നേഹത്തെ ഇത്രയധികം തീവ്രമായി പിന്തുടരാൻ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. അദൃശ്യനായ ആരാധകൻ. ശാന്തനായ ഒരു നിരീക്ഷകനെ സങ്കല്പിക്കുക. നിങ്ങൾ ചിരിക്കുമ്പോൾ മൂക്ക് ചുളിക്കുന്നതും നടപ്പാതയിലെ വിള്ളലുകളിലെ പാറ്റേണുകൾ ശ്രദ്ധിക്കുന്നതും, ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നതും ശ്രദ്ധിക്കുന്ന ഒരാൾ. അവർ ചെറിയ കാര്യങ്ങൾ കാണുന്നു. ആഴത്തിലുള്ള ചിന്തയിലായിരിക്കുമ്പോൾ നിങ്ങൾ മുടി ചെവിക്കു പിന്നിലേക്ക് ഒതുക്കുന്നതും, നിങ്ങളുടെ പുഞ്ചിരിയിലെ ദയയുടെ മൃദുവായ വളവും. ഈ വ്യക്തി നിലവിലുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത വൃത്തത്തിൽ ഇതുവരെ എത്തിയിട്ടില്ലായിരിക്കാം. ഒരു പക്ഷേ മറ്റൊരു നഗരത്തിൽ, മറ്റൊരു ജീവിതപാതയിൽ. എന്നിട്ടും ഓരോ നിമിഷവും നിങ്ങളിലേക്ക് അടുക്കുകയാണ്. അവരുടെ തിരക്കേറിയ ലോകത്തിനിടയിൽ അവർ ഒരു നിമിഷം നിർത്തുന്നു. കാരണം എന്തോ ഒന്ന് അല്ലെങ്കിൽ ആരോ ഒരാൾ അവരുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു. നിങ്ങളുടെ പേര് അറിയുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ സത്തയിലേക്ക് അവർക്ക് ഒരു കാന്തിക ആകർഷണം തോന്നുന്നു. നിശബ്ദതയിൽ വളരുന്ന സ്നേഹം. യഥാർത്ഥ സ്നേഹം പലപ്പോഴും രണ്ട് ആത്മാക്കൾക്കിടയിലെ കാണാത്ത ഇടങ്ങളിലാണ് മുളപൊട്ടുന്നത്. അത് മെഗാഫോണുകളിലൂടെ ശബ്ദമുണ്ടാക്കുകയോ കുതിരപ്പുറത്ത് പാഞ്ഞടുക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് മണ്ണിനടിയിലെ ഒരു വിത്ത് പോലെ അത് നിശബ്ദമായി വളരുന്നു. ക്ഷമയിൽ നിന്ന് ശക്തി നേടുന്നു. പ്രതീക്ഷയാൽ പോഷിപ്പിക്കപ്പെടുന്നു. ഓരോ ദിവസവും അത് അതിൻ്റെ വേരുകൾ നീട്ടി ആദരവിലും സഹാനുഭൂതിയിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലും ഉറച്ചു നിൽക്കുന്നു. വെളിച്ചമില്ലാത്ത സ്നേഹം എങ്ങനെ വളരും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഏറ്റവും ഉയരം കൂടിയ ചില മരങ്ങളുടെ വേരുകൾ ഏറ്റവും ഇരുണ്ട മണ്ണിലാണെന്ന് ഓർക്കുക. അദൃശ്യനായ ആരാധകൻ നിങ്ങളുടെ ആത്മാവിൻ്റെ തൈക്ക് ശ്രദ്ധ നൽകുന്നു, മൃദുലമായ പരിചരണം നൽകുന്നു, കടന്നു പോകുമ്പോൾ ഒരു സഹാനുഭൂതിയുള്ള പുഞ്ചിരി നൽകുന്നു. നിങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. ഒറ്റപ്പെടൽ നിങ്ങളെ കീഴടക്കാൻ തുടങ്ങുമ്പോൾ കൃത്യസമയത്ത് ഒരു സന്ദേശം എത്തുന്നു. പഴയ മുറിവുകൾ ഉണക്കുന്നു. മുൻകാല വഞ്ചനകളുടെ കത്തികളും തകർന്ന വാഗ്ദാനങ്ങളാൽ പതിച്ച മുറിവുകളും നിങ്ങൾ വഹിച്ചിട്ടുണ്ട്. യഥാർത്ഥ സ്നേഹം ഈ മുറിവുകളെ അവഗണിക്കുന്നില്ല. അത് അവയെ വിശുദ്ധ ഭൂപടങ്ങളായി കണക്കാക്കുന്നു. നിങ്ങളുടെ ആരാധകനെ എങ്ങനെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണമെന്ന് പഠിപ്പിക്കുന്നു. അവർ നിങ്ങളുടെ രോഗശാന്തിയെ ധൃതി പിടിപ്പിക്കുകയോ
മറക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല. പകരം നിങ്ങളുടെ വേദനയുടെ അരികിൽ അവർ ഒരു ദൃഢമായ കൈ വെച്ചു പറയും, നിങ്ങൾ എവിടെ പോകേണ്ടി വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം നടക്കും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സുഖം പ്രാപിക്കേണ്ടതില്ലെന്ന് അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലെ പിരിമുറുക്കം കുറയുന്നത് അനുഭവിക്കുക. നിങ്ങൾ വഹിച്ച ഭാരം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും അത് പകുതിയാകുമ്പോൾ പിന്നെയും പകുതിയാകുമ്പോൾ ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചും സങ്കല്പിക്കുക. നിങ്ങളുടെ ഹൃദയം സ്വതന്ത്രമായി ശ്വാസം എടുക്കാൻ തയ്യാറാകുന്നതുവരെ. പരസ്പര സാക്ഷാത്കാരത്തിൻ്റെ ഉദയം വരുന്ന സ്നേഹം നിങ്ങളുടെ നഷ്ടപ്പെട്ട ഒരു ഭാഗം കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ളതല്ല. അത് രണ്ട് പൂർണ്ണ വ്യക്തികൾ പരസ്പരം ശക്തികളെ വർദ്ധിപ്പിച്ചും പരസ്പരം ദുർബലതകൾക്ക് ഇടം നൽകിയും ഒന്നിച്ച് നടക്കാൻ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. അത് കുറവുകളുടെ കൂടിച്ചേരലല്ല, സമൃദ്ധിയുടെ പങ്കാളിത്തമാണ്. ശാന്തമായ കടലിന് മുകളിലൂടെ സൂര്യൻ ഉദിക്കുന്നത് പോലെ സങ്കല്പിക്കുക. ആകാശം വെള്ളവുമായി മത്സരിക്കുന്നില്ല, അത് അതിനെ പ്രതിഫലിപ്പിക്കുന്നു. ഓരോ ഓളത്തെയും വർണ്ണത്തെയും ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നു. ഈ സ്നേഹത്തിൽ നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും. കൃപയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും വളർച്ചയുടെയും ഒരു പ്രതിഫലനം. നിങ്ങളുടെ ക്ഷണം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണോ, നിൽക്കുകയാണോ, നടക്കുകയാണോ എന്നതിനെ ആശ്രയിച്ച് ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രത്തിലേക്ക് കടന്നു വരുന്നു. അത് ഒരു കാര്യം മാത്രം ആവശ്യപ്പെടുന്നു. നിങ്ങൾ തുറന്നിരിക്കുക, നിരാശനാകാതെ, സംശയങ്ങളില്ലാതെ, എന്നാൽ ഒരു വിത്ത് പാകാൻ തയ്യാറായ വയൽ പോലെ സ്വീകാര്യനാകുക. സ്വയം മന്ത്രിക്കുക, എന്നെ ആദരിക്കുന്ന സ്നേഹത്തിനായി ഞാൻ തയ്യാറാണ്. എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഒരു സാന്നിധ്യത്തിന് ഞാൻ യോഗ്യനാണ്. എൻ്റെ സ്വന്തം ഹൃദയത്തിൻ്റെ താളത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സംശയം വരുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ താങ്ങായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ വാഗ്ദാനം. താമസിയാതെ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആ വ്യക്തിയേക്കാൾ മുമ്പേ സമാധാനം നിങ്ങളെ ആകർഷിക്കും. ഒരു ലളിതമായ അഭിവാദ്യത്തിൻ്റെ ഊഷ്മളതയിലും പങ്കുവെച്ച നിശബ്ദതയുടെ ആശ്വാസത്തിലും നിങ്ങൾ പൂർണ്ണമായും നിരുപാധികമായി അറിയപ്പെടുന്നുവെന്നും സ്നേഹിക്കപ്പെടുന്നുവെന്നുമുള്ള ബോധ്യത്തിലും നിങ്ങൾക്കത് അനുഭവപ്പെടും. ആ നിമിഷം സ്നേഹത്തെ പിന്തുടരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നാൽ മാത്രം മതിയായിരുന്നു. അതിനാൽ വീണ്ടും ശ്വാസമെടുക്കുക. ഈ അറിവ് നിങ്ങളുടെ അസ്ഥികളിൽ വഹിക്കുക. സത്യസന്ധമായതും മൃദുവായതുമായ സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾ എവിടെയായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തല്ല, മറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണോ അവിടെ അവർ നിങ്ങളെ കണ്ടുമുട്ടും. അത് വരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ ഒരു സൂര്യോദയം പോലെ നിങ്ങൾക്കത് അനുഭവപ്പെടും. തിളക്കമുള്ളതും മൃദുലവും തടയാൻ കഴിയാത്തതും ഇതിനെ സ്വാഗതം ചെയ്യുക. നിങ്ങൾക്ക് അതിൽ കുറഞ്ഞതൊന്നും അർഹമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും സഹായകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കിടാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ വിലയേറിയ ഉള്ളടക്കം സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. നന്ദി.